ഇത് ഋഷിയുടെ മാത്രം പ്ലാനാണോ അതോ ഈ കള്ളക്കളി നീ കൂടെ അറിഞ്ഞിട്ടാണോ? അനീഷേട്ടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല. ഈ നിൽക്കുന്നയാള് എന്നെ നിർബന്ധിച്ചൊരു ജ്യൂസ് കുടിപ്പിച്ചു. എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ. ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു പ്ലേ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചേച്ചി, സത്യം ഈ ക്ഷേത്രത്തിലെ മൂർത്തിയാണ് സത്യം. എനിക്കൊന്നും അറിഞ്ഞൂടാ. ടെൻഷൻ ആവണ്ട, എനിക്ക് നിന്നെ വിശ്വാസം. നിനക്കിതിലൊരു പങ്കുമില്ലെന്ന് എനിക്കറിയാം. മാഡം, എന്താ? എനിക്കൊരു കാര്യം സംസാരിക്കണം. എന്നാ നിങ്ങൾ അങ്ങോട്ടിരുന്നോളൂ. എന്താ ദേവിയെ? മാഡം, മാഡത്തിന് ഞാൻ നൽകിയ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. എന്റെ അനിയത്തിയും ആ വാക്കിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിന് ഒരു മാറ്റവും ഇവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഉള്ളൊരുകുന്ന വേദനയോടെ എല്ലാം ത്യജിച്ച് ഇവളിവിടെ നിൽക്കുന്നത്. എനിക്ക് എന്റെ അനിയത്തെ നിയന്ത്രിക്കാനാവും, പക്ഷേ മാഡത്തിന്റെ മകനായ ഋഷിയെ എനിക്ക് നിയന്ത്രിക്കാനാവില്ലല്ലോ. എന്താ ദേവിക, എന്താ പ്രശ്നം? ഋഷി എന്ത് ചെയ്തു എന്ന്? ദേവിക, നീ എന്താ പറഞ്ഞു വരുന്നേ? പറയാം. നമ്മളെല്ലാരും നാണം കെടുത്താനുള്ള പുറപ്പാടിലായിരുന്നു ഋഷി. എന്താ മോളെ, എന്താ ഉണ്ടായേ? തെളിച്ചു പറ. അത് പറ മോളെ, എന്താ സംഭവിച്ചത്? പറയാം. ഇവിടെ ഈ കല്യാണം നടക്കാനിരിക്കുമ്പോ ഗോപിക മയക്കുമരുന്ന് കൊടുത്ത് തട്ടിക്കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള പദ്ധതിയിലായിരുന്നു ഋഷി. എന്റെ ഈശ്വരാ. ദേവിക്ക് നീ എന്തായി പറയുന്നേ? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം.
സാരിയിലും കയ്യിലൊക്കെ ജ്യൂസ് ആയതുകൊണ്ട് ഞാനത് ക്ലീൻ ചെയ്യാനായിട്ട് റൂമിലേക്ക് പോയി. ഞാനും അനീഷ് ഏട്ടനും അവരെ ഫോളോ ചെയ്ത് കൃത്യസമയത്ത് അവിടെ എത്തിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ മയക്കത്തിലായിരുന്ന ഇവളുടെ കഴുത്തിൽ ഋഷി താലി കെട്ടിയേനെ. എന്നിട്ട് ഋഷി എവിടെ? ഋഷി എവിടെയാ? അവരിവിടെ വന്നിട്ടില്ല. ഇവിടെ എവിടെ തന്നെ ഉണ്ട്. ഋഷി 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 ഇവനിതെവിടാ? ഋഷി എവിടെയാ നീ? ഋഷി എവിടെ? ഇവനിത് എവിടെ പോയി? ഋഷി ഋഷി എടാ, നീ എന്റെ മോൻ തന്നെയാണോടാ? എന്റെ വയറ്റിൽ തന്നെയാണോ നീ പറഞ്ഞേ? അന്ന് അമ്പലത്തിൽ വെച്ച് നീ ഇവളെ താലി കെട്ടാൻ പോയ നേരത്ത് അവിടെ വെച്ച് തന്നെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. അതായിരുന്നു വേണ്ടത്. പക്ഷേ അന്ന് നീ എന്റെ മുന്നിൽ നാടകം കളിച്ചു അല്ലേ? ഇവൻ എന്നെ വിട്ടിയാക്കി. എന്റെ ജീവന് ഒരു തരിമ്പ് പോലും വില നൽകാതെ ഇവൻ എന്നെ കള്ളം പറഞ്ഞു പറ്റിച്ചു. അമ്മേ, ഞാൻ എന്നെക്കാളും എന്റെ ജീവനേക്കാളും വലുതാണോടാ നിനക്ക് ഗോപികയോടുള്ള പ്രേമം? നിനക്കത് വലുതായിരിക്കാം, പക്ഷെ എനിക്ക് വലുത് നിന്റെ ജീവനാടാ. അതുകൊണ്ടാ നീയും ഗോപികയായിട്ടുള്ള വിവാഹം ഈ അമ്മ തടയുന്നേ. എനിക്ക് എന്റെ മോനെ ജീവനോടെ എന്നും വേണം. അത് മനസ്സിലാക്കാതെ നീ എന്തിനാടാ വീണ്ടും വീണ്ടും ഇങ്ങനെ ഗോപികയുടെ പിന്നാലെ ഭ്രാന്ത് പിടിച്ചതുപോലെ അലയുന്നേ? അമ്മയ്ക്ക് എന്റെ ജീവനാണ് വലുതെങ്കിൽ ഈ നിൽക്കുന്ന ഗോപികയാണ് എന്റെ ജീവൻ. ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇവളെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ
പിന്നെ എന്റെ ജീവിതം മരണതുല്യമായിരിക്കും. ശവമായിട്ടായിരിക്കും പിന്നെ ഋഷി ജീവിക്കുന്നത്. അമ്മയ്ക്ക് അത് മതിയോ? ജീവച്ഛവമായ ഒരു ഋഷിയെ മതിയോ അമ്മയ്ക്ക്? എനിക്ക് പറ്റില്ല. ചത്തതിന് തുല്യമായിട്ട് ജീവിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. ഋഷി ഇനി ജീവിക്കുന്നെങ്കിൽ അത് ഈ ഗോപിയോടൊപ്പം തന്നെയായിരിക്കും. അതുകൊണ്ട് എല്ലാരും കേൾക്കാൻ ഞാൻ പറയുവാ, ആരൊക്കെ എതിർത്താലും ഗോപികയെ ഞാൻ വിവാഹം കഴിച്ചിരിക്കും. ഗോപികയുടെ ജാതകത്തിലെ ദോഷം അറിഞ്ഞിട്ടും നിനക്കവളെ കെട്ടണോ അല്ലടാ? അയ്യോ ദേവേട്ടാ, ഇവനെന്താ ഇങ്ങനെ? സമാധാനമായിട്ടിരിക്കും. ആന്റി ഇപ്പൊ വരാം. നല്ല കുട്ടിയായിട്ടിരിക്കണം. ഋഷി, നീ നിന്റെ പിടിവാശി അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചേ മതിയാവും. അമ്മ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. തീരുമാനിച്ചതുപോലെ തന്നെ കല്യാണം നടക്കണം. നടന്നേ തീരൂ. ഋഷി പറയുന്ന അനുസരിക്ക്. വെറുതെ ആൾക്കാരുടെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തരുത്. നീ ഞങ്ങളെ നാണം കെടുത്തിയ അഞ്ജിതയുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറിയ പിന്നെ ഞങ്ങൾ അപമാനവും സഹിച്ച് ജീവിച്ചിരിക്കില്ല. ഓർത്തോ? ശരി ശരി, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. ഞാൻ കാരണം ആരും ജീവൻ കൊടുക്കാൻ നിൽക്കണ്ട. ആഗ്രഹിച്ച ജീവിതത്തിന് വേണ്ടി വാശി പിടിച്ചിട്ട് ഒടുവിൽ ഒറ്റപ്പെട്ടത് ഞാനല്ലേ? ഇതെന്റെ വിധിയാണ്. അത് ഞാൻ അനുഭവിച്ചോളാം. ജീവിതകാലം മുഴുവനും ഈ കെട്ടുമാറാപ്പുമായിട്ട് ഞാൻ ജീവിച്ചോളാം. അപ്പൊ എല്ലാവർക്കും സമാധാനാവുമല്ലോ, സന്തോഷാവുമല്ലോ. ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾ നിശ്ചയിച്ചപടി തന്നെ നടക്കട്ടെ. എന്നാ നീ വേഗം കതിർ മണ്ഡപത്തിലേക്ക് ചെല്ല്. അമ്മേ, അങ്ങോട്ട് ചെന്ന് കാര്യങ്ങൾ എന്താണെന്ന് നോക്ക്. ഞാൻ നോക്കിയിട്ട് വരാം. ആ ശരി. നിങ്ങളോട് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? വലിയൊരു അപമാനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് ഞങ്ങൾക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. മാഡം, അത് ദേവികെ, നീ പോയി അഞ്ജിതയെ കതിർ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നോക്കുമോളെ. വാ.
കുട്ടി ഒന്നിങ്ങോട്ട് വന്നേ. ജോത്സരോ? അത്ഭുതമായിരിക്കുന്നല്ലോ. ജോത്സർ ഇവിടെ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. മോളെ കല്യാണം കഴിഞ്ഞോ മോളെ? താലികെട്ട് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓ ഭാഗ്യം, ഈശ്വരൻ കാത്തു. ഇല്ലെങ്കിൽ ഒരു മഹാപാപം ഇവിടെ നടന്നേനെ. അതെന്താ ജോത്സർ അങ്ങനെ പറഞ്ഞത്? വരൂ, നമുക്കവിടെ മാറി നിന്ന് സംസാരിക്കാം. വാ. കുട്ടി, വെറുതെ അല്ല ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. ജോത്സർ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം എന്താന്ന് പറയേ. മോളെ, ഇന്നലെ മോളുടെ മുത്തശ്ശൻ മോളുടെയും മോളുടെ അനീതിയുടെയും ജാതകവുമായി എന്നെ വന്ന് കണ്ടിരുന്നു. ഇത് എൻ്റെ 2 പേരക്കുട്ടികളുടെയും ജാതകമാണ്. അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ദേവിയുടെയും അവളുടെ അനിയത്തി ഗോപിയുടെയും. ഇത് രണ്ടും ഗണിച്ച് കൃത്യം പ്രശ്നങ്ങൾ ജ്യോത്സ്യർ എന്നോട് പറയണം. എൻ്റെ 2 പേരക്കുട്ടികൾക്കും എപ്പോഴും കഷ്ടതകളാണ്. അതൊന്ന് മാറിക്കിട്ടാൻ എന്താ പരിഹാരമെന്നറിയണം. കല്യാണത്തിന്റെ തിരക്കുള്ളതുകൊണ്ട് മുത്തച്ഛൻ നിങ്ങളുടെ ജാതകത്തിന്റെ ഫലം അറിയാൻ വേണ്ടി അവിടെ ഇരുന്നില്ല. മുത്തച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ ജാതകങ്ങൾ പരിശോധിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മോളുടെ അനുജത്തി ഗോപികയുടെ ജാതകം കള്ളജാതകമാണ്. അതെ, അത് കള്ളജാതകമാണ്. അങ്ങനെ ഒരു ജാതകം തയ്യാറാക്കിയതും ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായതും ഞാനിപ്പോ കുട്ടിയോട് അത് തറപ്പിച്ച് പറയുന്നത്. ജോത്സരെ, എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുട്ടിയുടെ ബന്ധുക്കളല്ലേ സുലോചനയും അഞ്ജിതയും? അതെ, എന്റെ ആന്റിയാ സുലോചന. അഞ്ജിത ആന്റിയുടെ മകളാ. അഞ്ജിതയുടെ കല്യാണം ഇവിടെ നടക്കാൻ പോകുന്നത്. ഓഹോ, അത് ശരി. എന്റെ ഗതികേട് കൊണ്ട് പണത്തിന് വേണ്ടി ഞാൻ തയ്യാറാക്കി കൊടുത്ത കള്ള ജാതകമാണത്. നിങ്ങൾ ചെയ്തത് കൊലച്ചതിയാ. പണത്തിന് വേണ്ടി നിങ്ങൾ നശിപ്പിച്ചത് പാവ എന്റെ അനിയത്തിയുടെ സ്വപ്നങ്ങള്, ആഗ്രഹങ്ങളാ. അവൾക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ജീവിതം എല്ലാം തകർത്തെറിഞ്ഞിട്ട് ഒടുവിൽ വന്ന് കുറ്റമേറ്റു പറയുന്നു. കുറ്റയേറ്റു പറഞ്ഞ് രക്ഷപ്പെടാനല്ല ഞാനിവിടെ വന്നത്. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ സ്വീകരിക്കാൻ ഉറച്ചു തന്നെയാണ് വന്നത്. ഒന്നുകിൽ തെറ്റ് തിരുത്തുക, അല്ലെങ്കിൽ ശിക്ഷ ഏറ്റുവാകുക. ഭാഗ്യത്തിന് കല്യാണം കഴിയാത്ത സ്ഥിതിക്ക് തെറ്റ് തിരുത്താനുള്ള അവസരം ഇപ്പോഴും ഉണ്ട്. മോളെ, മോളുടെ അനിയത്തിന്റെ ജീവിതം നശിക്കില്ല. എല്ലാ സത്യവും ഇവിടെ ഈ പുരുഷാരത്തിന് മുമ്പിൽ ഞാൻ വിളിച്ചു പറയാം. ഉണ്ടായ തെറ്റിദ്ധാരണകളെല്ലാം ഞാനായിട്ട് തന്നെ മാറ്റാം. നിങ്ങൾ വാ.
മുഹൂർത്തത്തിന് നേരായി വധുവിനെ വിളിച്ചോളൂ. പെൺകുട്ടിയെ വിളിച്ചോളൂ കേട്ടോ.